പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ സ്വർണ്ണ കവർച്ച തുടങ്ങുന്ന അല്ലെങ്കിൽ അതിന്റെ അന്വേഷണം തുടങ്ങുന്ന വേളയിൽ PS പ്രശാന്ത് എന്താണ് പറഞ്ഞത്? ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് തൊട്ടു മുൻപ് പ്രശാന്തിന്റെ പ്രതികരണം എടുത്ത ഒരേ ഒരു മാധ്യമം ജനം TV ആണ്. അപ്പോൾ അന്ന് പ്രശാന്ത് എന്താണ് ജനം TVയോട് പറഞ്ഞത്, ഇന്ന് കാലത്ത് എന്താണ് പറഞ്ഞത്, നമുക്ക് നോക്കാം. അയാൾ ആദ്യമായി ചില മാധ്യമങ്ങളിൽ കൂടി വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞത് എന്താ, ഇത് വ്യാജമായ ആരോപണമാണ്, ഇങ്ങനൊരു സാധനം അവിടെ ഇല്ല. ഇവിടെ ഈ ഭഗവാന്റെ ഒരു തരി പൊന്നായാലും സ്വർണ്ണമായാലും കട്ടുകൊണ്ടുപോയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണം എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും കാഴ്ചപ്പാട്. അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല. അതായത് 2019 ഇതിൽ ഡയറക്ടറായ ബന്ധമുള്ള ആളുകളെ പോലും, പ്രസിഡന്റുമാരെ, ഉദ്യോഗസ്ഥന്മാരെ പോലും വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. ഇവർ ചോദ്യം ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ അത് അറസ്റ്റിലേക്ക് പോകുന്നത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉറപ്പായിട്ടും ഉണ്ടല്ലോ, അത് ഉറപ്പായിട്ടും ഉണ്ടാവും. നിലവിൽ നേരത്തെ തന്നെ മറ്റു ആരെയും അറസ്റ്റ് ചെയ്യാതെ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോകുന്നത് കൂടുതലായിട്ടാണ്. ഇത് ആദ്യമായിട്ട് ബാക്കിയുള്ളവരെല്ലാം അവർ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യില്ല. ഇതിപ്പോ നമ്മൾ വിളിച്ചു വരുത്തിയാൽ പോകുമായിരുന്നല്ലോ, പിടികിട്ടിയ പുള്ളിയൊന്നും അല്ലല്ലോ, രാജ്യദ്രോഹി അല്ലല്ലോ. അപ്പൊ പിന്നെ അവർ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ? നിയമപരമായിട്ട് മുന്നോട്ട് പോകും. പിന്നല്ല, രാഷ്ട്രീയ പ്രേരിതമാണ് തന്റെ അറസ്റ്റ് എന്ന നിഗമനത്തിലേക്ക് ഇപ്പോൾ പ്രശാന്ത് എത്തുകയാണ്. കഴിഞ്ഞ വർഷം ശബരിമല സ്വർണ്ണ കവർച്ച കേസിന്റെ തുടക്കകാലത്ത് ആ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ അന്ന് തനിക്കിതുമായി ബന്ധമില്ലെന്നും ഉപ്പ് തിന്നവരെല്ലാം വെള്ളം കുടിക്കട്ടെ എന്നും പരസ്യമായി പറഞ്ഞ PS പ്രശാന്ത് ഇന്നിപ്പോൾ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന നിലയിലേക്ക് തന്റെ നിലപാടുകൾ മാറ്റേണ്ട സാഹചര്യം ഇന്നത്തെ ദിവസം ഉണ്ടാവുകയാണ്. രാജീവ് വിശദാംശങ്ങളുമായി ചേരുന്നു. രാജീവ്, നമ്മൾ ഈ രണ്ട് പ്രതികരണങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. നോക്കൂ, ഇപ്പോൾ PS പ്രശാന്ത് മലക്കം മറിയുകയാണ്. കാരണം തന്റെ ബോർഡിനും തന്റെ കൂടെ പ്രവർത്തിച്ച ബോർഡ് അംഗങ്ങൾക്കും ഒന്നും ഈ തീവട്ടിക്കൊള്ളയിൽ, ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ ബന്ധമില്ല എന്ന് പലതവണ പറഞ്ഞ PS പ്രശാന്തിനെയാണ് ഇപ്പോൾ SIT തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നത്. രാജീവ്, ജ്യോതും അത് തന്നെയാണ് ഈ PS പ്രശാന്ത് പറഞ്ഞത്. മുമ്പ് നേരത്തെ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ അറസ്റ്റ് ചെയ്തപ്പോൾ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നായിരുന്നു PS പ്രശാന്ത് ഇപ്പോൾ അല്പസമയം മുമ്പ് ജനം TVയോട് പ്രതികരിച്ചത്. അക്കാര്യം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ PS പ്രശാന്തിനെ നേരത്തെ വിളിച്ചു വരുത്തി 2 തവണ ചോദ്യം ചെയ്തതാണ്. PS പ്രശാന്ത് അപ്പോഴും പറഞ്ഞിരുന്നത് ഈ സ്വർണ്ണ കവർച്ചയിൽ തങ്ങൾക്ക് പങ്കില്ല, ഈ സ്വർണ്ണ കവർച്ച കണ്ടുപിടിച്ചത് തന്നെ തങ്ങൾ കാരണമാണ് എന്നായിരുന്നു പ്രധാനമായും പ്രശാന്തിന്റെ അവകാശവാദം. എന്നാൽ അത് ശരിയല്ല എന്ന് തെളിയിക്കുന്ന തെളിവുകളുമായാണ് PS പ്രശാന്തിന് മുന്നിലേക്ക് SIT എത്തിയത്. നേരത്തെ പത്മകുമാറിന്റെ കേസിലായാലും N വാസുവിന്റെ കേസിലായാലും അത് രണ്ടുമാണ് PS പ്രശാന്ത് പ്രധാനമായും ഉദ്ദേശിച്ചത്. ഈ 2 കേസിലും അവരെ വിളിച്ചു വരുത്തുന്നു, ചോദ്യം ചെയ്യുന്നു, തെളിവുകൾ നിരത്തുന്നു. അതും നിരവധി തവണ തെളിവുകൾ നിരത്തി അവരെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്കാണ് പോയതെങ്കിൽ PS പ്രശാന്തിനെ നേരത്തെ 2 തവണ ചോദ്യം ചെയ്തതാണ്. ചോദ്യം ചെയ്തതിനു ശേഷം PS പ്രശാന്ത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി SIT പരിശോധിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പുകൾ വീണ്ടും നടത്തുന്നു. ചെന്നൈ SIT എത്തുന്നു. സ്മാർട്ട് ക്രിയേഷൻസിൽ വീണ്ടും പരിശോധന നടത്തുന്നു, രേഖകൾ പരിശോധിക്കുന്നു. ഇതിനുശേഷം ആന്ധ്രയിലെ ക്ഷേത്രങ്ങളിൽ പരിശോധന നടത്തുന്നു. ഈ രീതിയിലുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാണ്, അതായത് പഴുതിളച്ചാണ് SIT വീണ്ടും PS പ്രശാന്തിന് മുന്നിലേക്ക് എത്തിയതും ഇന്ന് രാവിലെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുൻപ് തന്നെ PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം SIT നടത്തിയതാണ്. ചില കാരണങ്ങൾ കൊണ്ട് അത് വിജയിച്ചിരുന്നില്ല. അതിനുശേഷമാണ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അതിനെ തുടർന്നാണ് വീണ്ടും PS പ്രശാന്തിലേക്ക് SIT എത്തുന്നതും PS പ്രശാന്തിനെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് 2025 സമാനമായ സ്വർണ്ണ കവർച്ച നടന്നു എന്ന കണ്ടെത്തലിലേക്ക് SIT എത്തി എന്നുള്ളതാണ്. മാത്രമല്ല 2019 സ്വർണ്ണ കവർച്ച മറച്ചുവെക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഈ 2024 ചുമതലയേറ്റ PS പ്രശാന്തിന്റെ കാലത്തെ ഭരണസമിതി നടത്തിയെന്ന് തെളിയിക്കുന്ന രേഖകളും നിലവിൽ SITക്ക് മുന്നിലുണ്ട്, കോടതിക്ക് മുന്നിലുണ്ട്. ഇത് കോടതിക്ക് കൂടി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്, അതായത് കോടതിയുടെ നിർദ്ദേശപ്രകാരം കൂടിയാണ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ള ഭരണസമിതിയെ കൂടി പ്രതിയേർത്തത്. അതിനുശേഷമാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോയതും. രാഷ്ട്രീയ സമ്മർദ്ദം ഉപയോഗിച്ചുകൊണ്ട് അറസ്റ്റ് എങ്ങനെ ഒഴിവാക്കാമെന്നായിരുന്നു PS പ്രശാന്ത് നോക്കിയതെങ്കിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇത്തരമൊരു നീക്കമുണ്ടായത് SITക്ക് മുന്നിൽ തെളിവുകൾ എത്തിയത് കൊണ്ട് തന്നെയാണ്. അതായത് 2023 മുരാരി ബാബുവിന്റെ നേതൃത്വത്തിൽ വീണ്ടും ഈ സ്വർണം കൊണ്ടുപോകാനുള്ള ഗൂഢാലോചന നടക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് സ്വർണം കൊടുത്തുവിടാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങി വെക്കുകയാണ്. തുടർന്നാണ് 2024 PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വരുന്നത്. അപ്പോഴും സമാനമായ രീതിയിലുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുന്നു. 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഇത് കൊടുത്തുവിടുകയാണ്. ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുകയാണ്. തിരിച്ചെത്തുമ്പോൾ പോലും കൃത്യമായ ഒരു പരിശോധന നടത്തുന്നില്ല. സ്വർണം കുറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നില്ല. കൊണ്ടുപോയപ്പോൾ എത്ര
സ്വർണ്ണമുണ്ടോ അത് തിരികെ എത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഒരു പരിശോധനയും നടക്കുന്നില്ല എന്ന വസ്തുതയാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല എന്തുകൊണ്ട് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ അവിടെ നിന്ന് ഈ സ്വർണ്ണപ്പാളികൾ തിരക്കിട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടു എന്ന ചോദ്യത്തിനും PS പ്രശാന്തിന് കൃത്യമായ മറുപടിയില്ല. അതായത് ഈ സ്വർണ്ണക്കൊള്ള പിടിക്കപ്പെട്ടപ്പോൾ മാത്രമാണ് PS പ്രശാന്ത് അവകാശവാദവുമായി രംഗത്ത് വന്നത്. അതായത് താൻ കാരണമാണ് ഈ സ്വർണ്ണക്കൊള്ളയൊക്കെ പുറത്തു വന്നത്, താനാണ് ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ നൽകിയത് എന്നത്. ഇത് SITക്ക് മുന്നിൽ മാത്രമല്ല പലതവണ ജനം ടിവിയോടും വ്യക്തിപരമായും ഒക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. താൻ കാരണമാണ് ഈ സ്വർണ്ണക്കൊള്ള പിടിക്കപ്പെട്ടതെന്ന്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. 2019 സ്വർണ്ണക്കവർച്ചയിലേക്ക് ഈ അന്വേഷണം എത്തുകയും 2 കേസുകളും പ്രത്യേകമായി അന്വേഷിക്കുകയും അതിനുശേഷം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ പ്രതികളാക്കുകയും പിടികൂടുകയും ചെയ്തതിനു ശേഷമാണ് 2025 കൂടി കാര്യങ്ങൾ എത്തുന്നത്. 2025 അതേ രീതിയിലുള്ള വീഴ്ചകൾ തന്നെ തുടരുന്നു. അതായത് 2019 ഈ സ്വർണ്ണ പാളികൾ കൊണ്ടുപോകുന്നു. വിജയമല്യ 1998 സ്വർണം പൊതിഞ്ഞ ആ സ്വർണം വേർതിരിച്ചെടുത്തതിന് ശേഷം സ്വർണം മാത്രം പൂശി ഇത് തിരികെ എത്തിക്കുന്നു. ഇതിനുശേഷം 2023 ആകുമ്പോഴേക്കും ഈ സ്വർണം വെളുത്തു വരികയാണ്. അതായത് യഥാർത്ഥ സ്വർണ്ണമല്ല അവിടെ ഉണ്ടായിരുന്നത്, ഈ സ്വർണം വെളുത്തു വരികയാണ്. ഇതിനെ തുടർന്ന് വീണ്ടും ഗൂഢാലോചന നടത്തുന്നു. ഈ സ്വർണം എത്രയും വേഗം സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ച് വീണ്ടും സ്വർണം പൂശിയില്ലെങ്കിൽ ഈ കൊള്ള പിടിക്കപ്പെടും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അവിടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ വീണ്ടും കൊണ്ടുവരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉപയോഗിച്ചുകൊണ്ട് ഈ സ്വർണ്ണപ്പാളികൾ വീണ്ടും സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ച് സ്വർണം പൂശി തിരികെ എത്തിക്കുകയാണ്. ഈ സമയത്തും സ്വർണം വേർതിരിച്ചെടുക്കുമ്പോൾ ഈ സ്വർണ്ണപ്പാളികളിൽ നിന്നും സ്വർണ്ണം സ്മാർട്ട് ക്രിയേഷൻസ് തട്ടിയെടുക്കുന്നു എന്ന കണ്ടെത്തലിലേക്ക് SIT എത്തുമ്പോൾ അത് PS പ്രശാന്തിനെ കൂടുതൽ കുരുക്കാവുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് PS പ്രശാന്തിനെ ഇന്ന് വീട്ടിലേക്കെത്തി അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തതും ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുപോകുന്നതും. വ്യക്തമാണ്. R രാജീവാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ PS പ്രശാന്തിനെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുന്നതിനായി കൊണ്ടുപോകുകയാണ്. MC റോഡിലൂടെ ആ കാർ നീങ്ങുന്നത് കാണാം. നേരത്തെ ശ്യാമപ്രസാദ് സൂചിപ്പിച്ചത് ഏനാത്ത്, പത്തനംതിട്ട കൊല്ലം ജില്ലയുടെ ബോർഡറായിട്ടുള്ള ഏനാത്ത് പാലം കടന്ന് ആ കാർ MC റോഡിലൂടെ നീങ്ങുകയാണ്. അങ്ങനെയെങ്കിൽ അത് വിജിലൻസ് കോടതിയിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രേക്ഷകർക്ക് കാണാം, പ്രശാന്തിനെ ആ കാറിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രശാന്തിനെ വഹിച്ചുകൊണ്ടുള്ള കാർ ഇപ്പോൾ വിജിലൻസ് കോടതി ലക്ഷ്യമിട്ട് നീങ്ങുന്നു. ഇനി നമുക്ക്